കേന്ദ്ര ആഭ്യന്തരമന്ത്രി അസമിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തും. ബോഡോലാൻഡിൽ സമാധാനം ഉറപ്പുവരുത്തുമെന്ന് അമിത്ഷാ അറിയിച്ചു. ഓൾ ബോഡോ സ്റ്റുഡൻസ് യൂണിയന്റെ 57ാമത് വാർഷിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. आज सबके हाथ में तिरंगा देखकर किसी का भी मन खुश हो जाएगा। बहुत अच्छा दृश्य लगता है कि एक जमाने में जहां गोलियां चलती थी वो बोडो युवा हाथ में तिरंगा लहरा रहे हैं। ये दृश्य पूरे देश के लिए एक संदेश है। मगर मैं ये भी कहना चाहता हूं, मैं गुजरात से आता हूं, पूरे देश में घूमता हूं। जब बोडो समझौता हुआ तब न केवल बोडोलैंड, न केवल आसाम, पूरे देश के अंदर ही इतनी खुशी थी जितनी बोडोलैंड के अंदर थी, इतनी खुशी पूरे देश भर के अंदर। കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദൻ, ബോഡോലാൻഡിൽ സമാധാനം ഉറപ്പാക്കുമെന്നുള്ള ശക്തമായൊരു ആഹ്വാനത്തിനൊപ്പം തന്നെ പരിഹസിച്ച കോൺഗ്രസിന് കനത്തൊരു മറുപടിയും കൂടിയല്ലേ ഇപ്പോൾ അമിത്ഷാ മുന്നോട്ട് വയ്ക്കുന്നത്? ബോഡോ സ്റ്റുഡൻസ് യൂണിയന്റെ 57ാമത് വാർഷിക സമ്മേളനത്തിലാണ് അമിത്ഷാ സംസാരിച്ചത്. അദ്ദേഹം വ്യക്തമാക്കിയത് അദ്ദേഹത്തെ കോൺഗ്രസ് കളിയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ബോഡോലാൻഡുമായി ബന്ധപ്പെട്ട കരാർ ഒപ്പിടുമ്പോൾ 2020 ഈ കരാർ ഒപ്പിട്ടപ്പോൾ ഇത് നടപ്പാകില്ല എന്നുള്ളതാണ് കോൺഗ്രസ് അന്ന് ആരോപിച്ചിരുന്നത്. എന്നാൽ അതിന്റെ ഏതാണ്ട് 82% പദ്ധതിയുടെ നടപ്പാക്കിയിരിക്കുന്നു. അടുത്ത 2 വർഷത്തിനുള്ളിൽ ഈ കരാർ പൂർണ്ണമായും നടപ്പാക്കും. BTR കരാർ പൂർണ്ണമായും നടപ്പാക്കും. ഇവിടെ ഈ പ്രദേശത്ത് വടക്ക് കിഴക്കൻ മേഖലയിൽ ശാശ്വത സമാധാനം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രധാനമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സൂചിപ്പിച്ചത്. മാത്രമല്ല 2036 അഹമ്മദാബാദിൽ ഒളിമ്പിക്സ് നടക്കുമ്പോൾ ബോഡോലാൻഡിലെ യുവാക്കൾ അവർ ഈ ഒളിമ്പിക്സിൽ പങ്കെടുക്കണമെന്നുള്ളതാണ് പ്രധാനമായും അമിത്ഷാ ആവശ്യപ്പെട്ടത്. അതിന് ഇന്നിപ്പോൾ അദ്ദേഹം അസമിൽ വടക്ക് കിഴക്കൻ മുഖ്യമന്ത്രിമാരുടെ പ്രത്യേക യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. അതേപോലെ തന്നെ അജിത് ഡോവൽ അടക്കമുള്ള മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 14 വൈകുന്നേരമായിരുന്നു അദ്ദേഹം ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പ്രത്യേക യോഗത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിയത്. അസാമിലെത്തിയ അദ്ദേഹം അവിടെ പോലീസ് അക്കാഡമിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. തുടർന്ന് അസാം റൈഫിൾസിന്റെ പരിപാടിയിൽ അദ്ദേഹം നാഗാലാൻഡിൽ മിസോറാമിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഇന്നിപ്പോൾ വീണ്ടും ഈ ബോഡോ വിദ്യാർത്ഥികളുടെ ഓർഗനൈസേഷന്റെ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിയത്. ഇന്നിപ്പോൾ വിവിധ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായും അദ്ദേഹം അല്പസമയത്തിനകം തന്നെ കൂടിക്കാഴ്ച നടത്തും. വിഷ്ണു. ശരി, എസ് നന്ദഗോപനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.